അന്തിമ വിധി വരാൻ പോവാണ് അല്ലേ. അപ്പൊ അതില് ആ അന്തിമ വിധി ദിലീപിന് പ്രതികൂലമാണെങ്കിൽ, അല്ലെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ 3 പേര് എയറിലായിരിക്കും. അതായത് ചാനൽ ചർച്ചകളിൽ ദിലീപിന് വേണ്ടി വാതോരാതെ വീറും വാശിയോടുകൂടി ദിലീപിനെ വിട്ടുകൊടുക്കാതെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് 100% വീറും വാശിയോട് വാദിച്ച 3 പേര് എയറിലായിരിക്കും അന്ന് ഡിസംബർ 8-ന്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്ന് നമ്മുടെ രാഹുൽ ഈശ്വർ, രണ്ടാമത് നമ്മുടെ സജി നന്ദിയാട്ട്, മൂന്നാമത് ശ്രീലേഖ IPS. ഈ 3 പേരും എയറിലായിരിക്കുന്നത് ഡെഫിനറ്റ് ആണ്. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലേഖ IPS ജയിലിൽ കിടക്കുന്ന സമയത്ത് വളരെ വിവാദമായിരുന്നു. അതായത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിധി വരുന്നതിന് മുമ്പ് തന്നെ ആള് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ദിലീപിന് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും, ജയിലിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് വിവാദമായി. പിന്നീട് ഇപ്പൊ അവര് പറഞ്ഞത് ഞാൻ ഒരു പ്രതിക്ക് വേണ്ടി ചെയ്തത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ ദിലീപിന് അനുകൂലമൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോ പറയുന്നത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഇപ്പൊ 2 ദിവസം മുമ്പ് ശ്രീലേഖ IPS പറഞ്ഞത് ഞാൻ ഇറക്കിയൊപ്പമാണെന്നാണ് പറഞ്ഞത്. പിന്നെ രാഹുൽ ഈശ്വർ നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലെ. ദിലീപ് 2017 മുതൽ ദിലീപ് ഈ കേസിൽ പെട്ടത് മുതൽ ദിലീപിന് അനുകൂലമായ നിലപാടാണ് രാഹുൽ ഈശ്വർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ രാഹുൽ ഈശ്വരും പറയുന്നത് ദിലീപ് 100% നിരപരാധിയാണ്, പെട്ടതാണ്, ദിലീപിനെ പെടുത്തിയതാണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നതിന്റെ മറ്റൊരു ചുരുളെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേർക്കും ഒരു സിമിലാരിറ്റി ഉണ്ട്. അത് സജി നന്ദിയാട്ടും അതുപോലെ തന്നെ രാഹുൽ ഈശ്വരും അതുപോലെ തന്നെ ശ്രീലേഖ IPSും ഈ 3 പേർക്ക് ഒരു പൊതു സാമ്യമുണ്ട്. എന്താണെന്നറിയോ? ഈ 3 പേരും അവസാനം ദിലീപിന് വേണ്ടി വീറോടുകൂടി വാശിയോടുകൂടി പറയും. അതിനുശേഷം അവസാനം ഇവര് ഒരു പൊതു സിദ്ധാന്തത്തിലെത്തും. അതായത് ഞങ്ങള് 3 പേരും ഇരയ്ക്കൊപ്പമാണ് എന്ന ഒരു ക്ലീഷേ ഡയലോഗ് എപ്പോഴും പ്രതീക്ഷിക്കുക. മനസ്സിലായ? അതായത് ഈ 3 പേരും, അതായത് സജി നന്ദിയാട്ട്, രാഹുൽ ഈശ്വർ അതുപോലെ തന്നെ ശ്രീലേഖ IPS, ഈ 3 പേർക്കും ഒരു പൊതു സവിശേഷതയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ ചർച്ചകളിലും മറ്റും ഇവര് ദിലീപിന് വേണ്ടി വീറോടെ വാദിക്കും. 100% പ്രതിയല്ല എന്നൊക്കെ പറയും. പക്ഷെ ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ ഇവര് 3 ആളും എത്തിച്ചേരുന്നത് ഇവര് 3 ആളും ഇരയ്ക്കൊപ്പമാണ്, അല്ലെങ്കിൽ നടിക്കൊപ്പമാണ്, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട നടിക്കൊപ്പമാണെന്ന് ഈ 3 പേരും ഒരേ വയസ്സിൽ പറയും. അതാണ് ഇതിലൊരു തമാശ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ 3 പേരും ഡിസംബർ 8-ന് ദിലീപിന് മാത്രമല്ല ഈ 3 പേർക്കും ഒരു അന്തിമ വിധിയായിരിക്കും. എന്താ കാരണം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ടീമുകളെല്ലാം വളരെ സജീവമാണ്. ഇവര് 3 പേരും എയറിൽ പോകുന്ന ദിവസം കൂടിയാണ് ഡിസംബർ 8. ഇനിയും നമ്മുടെ ചാനൽ